ഓവർ തിങ്കിങ്ങിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ കരുതുന്നതല്ല. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അത് ഗൂഗിൾ പോലെയാണ്. നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് ചോദിക്കുന്ന ഒരു പ്രത്യേക പാറ്റേണുള്ള ചോദ്യമാണ് നിങ്ങളെ ഓവർ തിങ്കിങ്ങിൽ കുടുങ്ങിക്കിടക്കാനുള്ള കാരണമായി മാറുന്നത്. ബ്രെയിനിനോട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് കാരണത്തിന് അന്വേഷിക്കും. ഇനി എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി അന്വേഷിക്കും. ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ഔട്ട്കം തിങ്കിങ്. 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ കാണാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഓവർ തിങ്കിങ്ങും മൾട്ടി തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരേ ചിന്തയിൽ തന്നെ ഒരുപാട് നേരം കുടുങ്ങി പോവുക. മൾട്ടി തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സമയം തന്നെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. രണ്ടിനുമുള്ളത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസ് പ്രോബ്ലത്തിലാണ്, സൊല്യൂഷനിലല്ല, അല്ലെങ്കിൽ ഔട്ട്കമ്മിലേക്കല്ല. ഇനി ഒരു ഓവർ തിങ്കിങ് വരുന്ന സമയത്ത്, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു 10 സെക്കൻഡ് നല്ല ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുക. എന്നിട്ട് ഈ 3 പവർഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? രണ്ടാമത്തെ, അതിനു വേണ്ടി ഞാൻ ഏറ്റവും അടുത്തെടുക്കേണ്ട ഏറ്റവും ചെറിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ശരിക്കും ഓപ്ഷനിലാണ്. ആദ്യത്തെ 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റിയാൽ അത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ല, അത് നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം, ഞാൻ ഈ ഒരു ആക്ഷൻ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ തുടങ്ങാം? ഈ 3 ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഇത് 3ഉം ഔട്ട്കമ്മിലേക്കാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസിനെ കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ടൈം ഡോണ്ട് ആസ്ക് വൈ ദിസ് ഈസ് ഹാപ്പനിങ് ടു മീ, ആസ്ക് വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക്.